അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആയങ്കിക്കായി അജയ് ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. ക്രൗഡ് ഫണ്ടിംഗിലൂടെ 16,000 രൂപ ലഭിച്ചുവെന്ന് സഹോദരൻ അജയ് മൊഴി നൽകിയിട്ടുണ്ട്. നിയമ നടപടികൾക്കായി പണം ഒരു സുഹൃത്തിന് കൈമാറിയെന്നാണ് മൊഴി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി ഗുണ്ടകൾ ഒരുമിക്കുകയായിരുന്നോ? ഈ ക്രൗഡ് ഫണ്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ 16,000 രൂപ ഇതിനകം പിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കേസ് നടത്താൻ ആവശ്യമായ തുക അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? തീർച്ചയായും സ്മൃതി, കേസ് നടത്തുന്നതിനാവശ്യമായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുകയായിരുന്നു ഈ QR കോഡ് വഴിയുള്ള കുറിപ്പിന്റെ ലക്ഷ്യം, ഇൻസ്റ്റാഗ്രാം കുറിപ്പിന്റെ ലക്ഷ്യം. അത് നടത്തിയത് ഈ അജയ് ആയങ്കിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അർജുൻ ആയങ്കിയുടെ ഇളയ സഹോദരനാണ് അജയ് ആയങ്കി. നിലവിൽ അയാൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുന്നതും അജയ് ആയങ്കിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു പോസ്റ്റ് അത് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ പറയുന്നത് ഈ കേസ് നടത്താൻ തനിക്ക് നിരവധി കേസുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ കേസ് നടത്തുന്നതിനാവശ്യമായി ഫണ്ട് വേണം, അപ്പോൾ ഇതിലേക്ക് സംഭാവനകൾ ക്ഷണിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു അടിക്കുറിപ്പ്. ഇവിടെ ഒരു QR കോഡും ഒരു സ്കാനർ കൂടി പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിന് പുറകിൽ ഈ അജയ് ആയങ്കിയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും അങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തത്. 16,000 രൂപ, അതിൽ കുറച്ച് 16,000-ഓളം രൂപ ഈ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതാണ് നിലവിൽ ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇതൊരു സുഹൃത്തിന് നിയമ നടപടികൾക്കായി കൈമാറുകയും ചെയ്തു എന്നുള്ളൊരു വിവരം കൂടിയാണ് പോലീസിനോട് ഇയാൾ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് അജയ് ആയങ്കിയുള്ളത്. മറ്റ് നടപടികളൊക്കെ പോലീസ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സ്മൃതി. അതിനാൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിടാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. മാത്രമല്ല, അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുമ്പോൾ ഇട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഒക്കെ നമുക്കറിയാം. സൈബർ ഇടങ്ങളിൽ ഇത്തരം പോസ്റ്റുകൾ ഇടാൻ അജയ് ആയങ്കിയുടെ സഹായം അത് അർജുൻ ആയങ്കിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഏതായാലും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അജയ് ആയങ്കിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.